നമസ്കാരം. നരേന്ദ്രമോദി എന്നു പേരുള്ള മൻമോഹൻ സിംഗിനെ തോൽപ്പിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഭരിക്കാനെത്തിയതോടെ നാടെങ്ങും ശാന്തിയും സമാധാനവും കളിയാടുകയാണ്. ബീഫ് തിന്നാൽ തല്ലിക്കൊല്ലുക, ബീഫ് കഴിക്കാമെന്ന് പറഞ്ഞാൽ അധ്യാപികയെ പിരിച്ചുവിടുക, ബീഫ് പാർട്ടി നടത്തിയ MLA തന്നെ മർദ്ദിച്ചു കളയുക, എതിർക്കുന്നവരോട് പാകിസ്ഥാനിലേക്ക് വിട്ടോളാൻ പറയുക, രാജ്യം ബഹുമാനിക്കുന്ന ഗുലാം അലിയെപ്പോലുള്ള ഗായകരെ ഓടിച്ചുവിടുക തുടങ്ങി വ്യത്യസ്തവും ആസ്വാദ്യകരവുമായ സംഭവങ്ങളാണ് രാജ്യമെങ്ങും നടക്കുന്നത്. ജമ്മു കാശ്മീർ മുതൽ കേരളം വരെ സുഖം സ്വസ്ഥം. മതാധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെ ഭരണ നേട്ടങ്ങൾ. ഇനിയും എന്തൊക്കെ കാണാനിരിക്കുന്നു? ദുരവസ്ഥകൾ കാണാം. ഡെമോക്രസി തുടങ്ങുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ഗോമാതാവിൻ്റെ പേരും പറഞ്ഞ് നാട്ടിൽ സംഖ്യകൾ പലതും കാട്ടിക്കൂട്ടുന്നുണ്ട്. ബീഫ് തിന്നാൽ തല്ലിക്കൊല്ലും എന്നതാണ് അവസ്ഥ. എന്തായാലും സംഖ്യകളുടെ ഈ പോക്കിൽ ഏറെ സന്തോഷിക്കുകയും മോദിയുടെ പ്രഖ്യാപിത അടിമയായിരിക്കുകയും ചെയ്യുന്ന ആക്ഷൻ ഹീറോ സുരേഷ് ഗോപിയുടെ അവസ്ഥയാണ് അതിലേറെ കഷ്ടം. ബീഫ് തിന്നാൽ തല്ലിക്കൊല്ലും എന്നല്ലേ ഉള്ളൂ. എന്നാൽ NFDC ചെയർമാൻ സ്ഥാനം വാഗ്ദാനം ചെയ്ത് സുരേഷ് ഗോപിയെ കൊല്ലാക്കൊല ചെയ്യുകയാണ്. ഇതുവരെ കസേര കൊടുത്തിട്ടില്ല. കഴിഞ്ഞ ദിവസം ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന പഴയ ഡയലോഗും ചൊല്ലി സുരേഷ് ഗോപി അങ്ങോട്ട് ചെന്നു എത്രേ. ഓർമ്മയുണ്ടോ ഈ മുഖം? ജീവിതത്തിൽ ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ കേറിയിറങ്ങി പോയതല്ലേ, ചിലപ്പോ മറന്നു കാണും. 10-12 കൊല്ലം മുമ്പുള്ള കഥയാ. അന്ന് ഞാൻ കണ്ണൂർ ASP ഓൺ പ്രൊബേഷൻ. ശ്രീ അരുൺ ജെയ്റ്റ്ലിയും രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡും എന്നെ ട്രിവാൻഡ്രത്തുനിന്ന് വരുത്തി എന്നോട് എൻ്റെ ഒരു സമ്മതം അന്വേഷിച്ചു. ഞാൻ ആലോചിച്ച് 3 ദിവസത്തിന് ശേഷം സമ്മതം അറിയിച്ചു. അതിനുശേഷം അതിന്റെ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. പിഴയടയ്ക്കാൻ പണമില്ലാതിരുന്ന നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ പേഴ്സിൽ നിന്ന് പണമെടുത്ത് അടച്ചു. എന്നിട്ട് വണ്ടിക്കൂലിക്കും വഴിച്ചെലവിനും ആഹാരത്തിനും കയ്യിൽ നിന്ന് കാശ് തന്ന് ഒരു കോൺസ്റ്റബിളിനെ കൂട്ടി നിങ്ങളെ വീട്ടിലെത്തിച്ചു. സാറിന് ഒരിക്കലും മറക്കാൻ പറ്റില്ലെന്ന് അന്ന് കണ്ണ് നിറഞ്ഞ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? പത്രക്കാർക്ക് കൊടുക്കാതെ ഇപ്പോഴും എന്റെ പേഴ്സണൽ ഫയലിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് അന്നത്തെ പഴയ ഫോട്ടോയും സ്റ്റേറ്റ്മെന്റ്സും. എന്താ അത് കാണണോ? ഈ മുഖം ഓർമ്മ വരാൻ? ആ സമ്മതം അറിയിച്ചതിന്റെ പിറ്റേന്ന് മാധ്യമങ്ങളിൽ വന്നു. അതിന് ഞാനോ മിനിസ്ട്രിയോ ഉത്തരവാദികളല്ല. ഞാൻ ആരെങ്കിലും വിളിച്ചിട്ട്, നിങ്ങൾ ഒരു പത്രസമ്മേളനത്തിന് വിളിച്ചിട്ട് പോലും ഞാൻ വരാത്തയാളാണ്. കാരണം അത് ഓർഡർ കിട്ടാതെ എനിക്കൊരു പത്രസമ്മേളനത്തിന് വരാനുള്ള ഒരു ആങ്കില്ല. ഒരല്പം ക്രൂരമായി പോയി എന്ന് എനിക്കറിയാം സാർ. ഐ എം സോറി. ബട്ട് ഒരപേക്ഷയുണ്ട്. സൽക്കാരവും പാർട്ടിയും സ്വാപ്പിങ്ങും ഡിന്നറും ബഹളവും ഒക്കെ കഴിഞ്ഞ് എപ്പോഴെങ്കിലും സാറിന് മാത്രമായിട്ട് ഇവരെ ഒറ്റയ്ക്ക് കിട്ടുമെങ്കിൽ ഒന്ന് അറിയിച്ചു കൊടുക്കണം. കഴിയുമെങ്കിൽ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം. ചെയർമാൻ സ്ഥാനം വാഗ്ദാനം ചെയ്തത് G. സുകുമാരൻ നായർ എന്ന നായന്മാരുടെ പോപ്പിനെ BJPക്കൊപ്പം കൂട്ടിക്കൊണ്ടുവരാനാണത്രേ. എന്നാൽ സുകുമാരൻ നായരെ വളച്ചെടുക്കാൻ പോയതോർക്കുമ്പോൾ ഇന്നും സുരേഷ് ഗോപിക്ക് ആകെ ഒരു ഞെട്ടലാണ്. വളയ്ക്കാൻ പോയ സുരേഷ് ഗോപി സുകുമാരൻ നായരെ വെറുപ്പിച്ചു കളഞ്ഞുവെന്ന ഫീലിംഗ് ആണത്രേ ഇപ്പോൾ അമിത്ഷായ്ക്കുള്ളത്. അതുകൊണ്ട് ചെയർമാൻ സ്ഥാനം ഇനി കിട്ടണമെങ്കിൽ നായന്മാരെ BJPയിലേക്ക് കൂട്ടമായി ആകർഷിക്കണം എന്നതാണ് നിബന്ധന. അങ്ങനെയാണ് സുരേഷ് ഗോപി ഗ്ലോബൽ നായന്മാരുടെ സംഘടനയുമായി കൂട്ടുചേർന്ന് സംഘി ബാന്ധവത്തിന് കളമൊരുക്കുന്നത്. അതുകൊണ്ട് സുരേഷ് ഗോപി അങ്ങ് പ്രഖ്യാപിച്ചു, നായർ ഒരു വികാരമാണ് എന്ന്. നായന്മാരോട് കുറച്ചധിക സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഭാഗം തന്നെയാണ്. എല്ലാവർക്കും മതേതരം, പരമത മര്യാദ, പരമത സ്നേഹം എന്ന് പറയുന്നതുണ്ടെങ്കിലും എല്ലാവർക്കും അവരുടെ സമുദായ അംഗങ്ങളോട് ഒരല്പമെങ്കിലും സ്നേഹ കൂടുതൽ എന്ന് പറയുന്നത് ഈ ജനാധിപത്യം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. നായന്മാരുടെ ജീവിതവും മറ്റ് ഏത് സമുദായത്തിന്റെയും സുഗമമായ ജീവിതത്തോടൊപ്പം അടിയേറ്റ് വീഴലുകൾ ഇല്ലാതെ മുന്നോട്ട് പോണേ അടിപൊളി എന്നും ഗ്ലോബൽ NSS അല്ല, നായന്മാർക്കൊപ്പം ഉണ്ടാകും. അടിപൊളി. അപ്പോൾ സുരേഷ് ഗോപി മനുഷ്യന്മാരെയൊക്കെ വിട്ട് നായന്മാർക്ക് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞുവയ്ക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. സുകുമാരൻ നായരെ പോലെ സംഘികൾക്കൊപ്പം പോകാത്ത സകല നായന്മാരെയും ആകർഷിച്ചുകൊണ്ട്
നാട്ടിലെ നായന്മാരെയെല്ലാം മോദിയുടെ അടിമകളാക്കിക്കൊണ്ട് ഒരു പുതുപുത്തൻ വിപ്ലവം. അതാണ് സുരേഷ് ഗോപിയുടെ സ്വപ്നം. കേരളത്തിലെ നായന്മാരുടെ മാത്രം കാര്യമാണോ സുരേഷ് ഗോപി അണ്ണൻ പറയുന്നത്? കേരളത്തിലെ നായരെന്നല്ല, ഈ ഭൂമിയിൽ ജനിച്ചു വീണ ഒരു നായർ, ഒരു ഡൽഹി നായരെന്ന് ഞാൻ പറയില്ല, മലബാർ നായരെന്ന് ഞാൻ പറയില്ല, മലയാളത്തിൽ ജനിച്ചു വീണ ഒരു നായർ എന്ന വികാരത്തോട് വരുന്ന എല്ലാ നായന്മാർക്കും ഒപ്പം ഞാൻ മുന്നിലുണ്ടാവും, പിന്നിലല്ല. അത് തന്നെയാണ് എൻ്റെ സ്ട്രോങ്ങസ്റ്റ് കൺവിക്ഷൻ. അത് വെച്ച് മുന്നോട്ട് പോയാൽ വെറുതെ ആദ്യം പറഞ്ഞ വാക്കിലേക്ക് പോവുകയാണ്. വെറുതെ നമ്മളെല്ലാം നായന്മാരല്ലേ എന്ന് പറയുന്ന ഒരു വാക്കിന്റെയും ചിന്തയുടെയും വികാരമല്ല. നായന്മാർക്ക് വേണ്ടി ഒരുപക്ഷെ സംവരണം സാമ്പത്തിക അടിസ്ഥാനത്തിലാക്കണമെന്ന ചിന്ത നമ്മൾ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ? എത്രയോ ദശാബ്ദത്തിന്റെ പഴക്കമുണ്ട് ആ മുറവിളിക്ക്. ആ ചോദ്യം അല്ലെങ്കിൽ ആ നിർദ്ദേശമെന്ന് അതിനെക്കുറിച്ച് കേട്ടറിഞ്ഞാണോ അതോ അറിവില്ലാതെയാണോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ അറിവോടെയാണോ കേന്ദ്രത്തില് ഒരുപക്ഷെ ഗുജറാത്തിന് മുകളിലോട്ടുള്ള സംസ്ഥാനത്തിലെ നേതാക്കൾ പലരും അതിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഗുജറാത്ത് പോലെ മുകളിലോട്ടുള്ള സംസ്ഥാനങ്ങളുടെ കാര്യം, അവിടെ വരേണ്യവർഗങ്ങളിൽ ഒന്നായ പട്ടേലുമാർ സംവരണത്തിനായുള്ള പോരാട്ടത്തിലാണല്ലോ. വരേണ്യ ജാതികളെയെല്ലാം സംവരണ സമരത്തിലേക്ക് ഇറക്കിവിട്ട് നാട്ടിൽ പിന്നോക്ക സംവരണം എന്ന മഹത്തായ ലക്ഷ്യത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള BJP തന്ത്രം. അത് കേരളത്തിൽ പയറ്റാൻ വേണ്ടി ജാതി സ്പിരിറ്റ് കയറ്റിവിടുകയാണ് ഗോപി അണ്ണൻ. കേരളത്തിലെ നായന്മാരും സംവരണത്തിനായി പോരിനിറങ്ങാൻ വേണ്ടി. എല്ലാവർക്കും തുല്യത, എല്ലാവരോടും സ്നേഹം, എല്ലാവരോടും ഇഷ്ടം എന്ന് പറയുന്ന തത്വം വിജയിക്കണമെങ്കിൽ നമ്മൾ നമ്മുടേതായ സംവരണ മാർഗങ്ങൾ സൃഷ്ടിക്കണം. നായർക്ക് മാത്രം അവകാശപ്പെടുന്ന ഒരു പുതിയ സംവരണ തന്ത്രം നമ്മൾ മെനയണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. തന്ത്രമല്ല, കുതന്ത്രം എന്ന് പറയുന്നതാണ് ശരി. ചങ്ങനാശ്ശേരിയിലേക്ക് ഇമാതിരി തന്ത്രവുമായി ഒരു പോക്ക് പോയതാണ് ഗോപി അണ്ണൻ. അന്ന് സുകുമാരൻ നായർ വഴങ്ങിയില്ല. പിന്നീട് നടേശഗുരു SNDPയെ സംഘികൾക്ക് വിൽക്കാൻ തയ്യാറായി. അപ്പോഴാണ് അമിത്ഷായും മറ്റും ഈ സുരേഷ് ഗോപിയെ കൊണ്ട് ഒരു കാര്യവുമില്ലെന്ന് തിരിച്ചറിഞ്ഞത്. ഇപ്പോൾ കഴിവ് തെളിയിക്കാൻ ആക്ഷൻ ഹീറോ രംഗത്തിറങ്ങിയതാണ്. സംവരണ മുദ്രാവാക്യം കൂടാതെ നായന്മാരെ അണിനിരത്താൻ നായർ ബാങ്ക് എന്ന ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. മേജർ രവിയും സുരേഷ് കുമാറും അടക്കമുള്ള സിനിമാ സംഘികൾ നായർ ബാങ്കിൽ പണമിടുമത്രേ. ഒപ്പം നായർ ലോബിയുടെ മുഖ്യ നായകൻ മോഹൻലാലിനെ മോദി പാളയത്തിലേക്ക് അണിനിരത്തി കഴിവ് തെളിയിക്കാനും സുരേഷ് ഗോപിക്ക് പദ്ധതിയുണ്ട്. സിനിമയിൽ നിന്ന് ഒരുപക്ഷെ ഞാൻ എല്ലാ മതത്തിലും പെട്ടവരുടെ പണമാണ് എൻ്റെ ജീവിതത്തിലേക്ക്, മാന്യമായ ജോലി ചെയ്തതിന്റെ പേരിൽ തന്നെയാണ്, അത് ഒരു ഇത്തിരി നട്ടലുറപ്പോടുകൂടി തന്നെ പറയേണ്ടി വരും. മാന്യമായ ജോലി ചെയ്ത് സമ്പാദിച്ച പണത്തിൽ ഒരംശം തിരിച്ച് സമുദായത്തിന്, ഒരു സർക്കാരിന്റെയും സഹായമില്ലാത്ത സമുദായത്തിന് വേണ്ടി നീക്കിവെക്കാൻ തയ്യാറാണെന്ന പ്രഖ്യാപനത്തോടെയാണ് ഞാൻ തുടങ്ങിയത്. വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ എനിക്കതല്ല, തലക്കോളം കിറക്കഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു കൂട്ടും. നായർ ബാങ്ക് എന്ന് പറയുന്ന ഒരു സംവിധാനമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. ദൈവം, ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് ആവർത്തിക്കുകയാണ്, ഒരല്പം അധികമായി അനുഗ്രഹിച്ച നായർ ജന്മങ്ങളുണ്ടെങ്കിൽ, ജീവിതങ്ങളുണ്ടെങ്കിൽ അവരുടെ സമ്പാദനത്തിൽ നിന്ന് ഒരു ചെറിയ എളിയ അംശം ഞാനെന്ന് പ്രഖ്യാപിച്ചത് 100 കോടി അല്ലെങ്കിൽ 200 കോടിയുടെ ഒരു സോളിഡ് അസറ്റ്സ് ഉള്ള ഒരു ബാങ്ക്, നായർ ബാങ്ക് നിലവിൽ വരുമെങ്കിൽ വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ എനിക്കതല്ല, തലക്കോളം കിറക്കഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു കൂട്ടും. അതിൽ ആദ്യത്തെ 1 കോടി 7 വർഷത്തേക്ക് പലിശ രഹിതമായി ഡെപ്പോസിറ്റ് ചെയ്താൽ അത് 7 വർഷം കഴിയുമ്പോൾ 2 കോടിയായി തീരും. അന്ന് എനിക്ക് എന്റെ പണം തിരിച്ചെടുക്കാം. ഈ മനസ്സുമായി 200-300 പേര് വന്നാൽ ഇന്ന് സംവരണത്തിന് വേണ്ടി വൈകാരികമായി യുദ്ധം ചെയ്ത് ഒരുപക്ഷെ തോൽവി മാത്രം ആ വിചാരത്തിൽ ഏറ്റുവാങ്ങാൻ തയ്യാറായി നിൽക്കുന്ന പുതിയ ഒരു തലമുറയുണ്ട്. അവരുടെ കൂട്ടത്തിലുള്ള ഓൺടർപ്രണേഴ്സിനുള്ള ഏറ്റവും വലിയ ഒരു സാമ്പത്തിക സ്രോതസ്സായി ഈ വൈകാരികമായ ഒരു നിക്ഷേപം സഹായിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നിനക്കെന്നാടാ അന്ന് പ്രാന്തായിരുന്നു, എന്നല്ല നീ കാണിച്ചു കൂട്ടിയത്. ഈ വിഷയത്തെക്കുറിച്ച് കേരളത്തിൽ നിറഞ്ഞ ഒരു മഹാനടൻ
ഞാനിവിടെ തിരിച്ചെത്തിയതിനു ശേഷം എന്നെ വിളിച്ചു പറഞ്ഞത്, നീ 1 കോടി ഇട്ടാൽ ഞാൻ 2 കോടി ഇടും എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ആ നടന്റെ പേര് മോഹൻലാൽ. ഈ ആക്രാന്ത മുത്ത് ജീപ്പിടിച്ചാ വരുന്ന മതിയായിരുന്നു. പ്രിയദർശൻ 1 കോടി ഇടാൻ കഴിവില്ലാത്ത 4 പേർ ചേർന്ന് 25 ലക്ഷം രൂപ വെച്ച് 1 കോടി ഇടാനായി സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം വന്നിട്ടുണ്ട്. ഞാനിത് ഇത്രയും ഇതൊരു സീക്രസിയും ഇല്ലാത്ത ഒരു പ്ലാനാണ്. അടിപൊളി. ഇത് ഗ്ലോബൽ NSS ഏറ്റെടുക്കണം. ലോകമെമ്പാടുമുള്ള നായന്മാരുടെ ഒരു സാമ്പത്തിക സംഗമം കൊണ്ടുവരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നിനക്കെന്നാടാ അന്ന് പ്രാന്തായിരുന്നു? എന്നല്ല നീ കാണിച്ചു കൂട്ടിയത്? സിനിമയിൽ സംഭാഷണങ്ങളിലൂടെ പൗരബോധം ആളിക്കത്തിച്ച സുരേഷ് ഗോപി രാഷ്ട്രീയത്തിലിറങ്ങിയതോടെ പിടിവിട്ടുപോയി. അതേ മട്ടിൽ ജാതി പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കസേര കിട്ടുമോ എന്നതായിരിക്കുന്നു ഇപ്പോഴത്തെ പ്രതീക്ഷ. കസേര കിട്ടുന്നതിന് വേണ്ടി സുകുമാരൻ നായരെ പോലും വളച്ചെടുക്കാനുള്ള ശ്രമം പൊളിഞ്ഞതോടെയാണ് നായർ ഭ്രാന്ത് ഇങ്ങനെ തലയ്ക്ക് പിടിച്ചത്. സുരേഷ് ഗോപിയെ നായന്മാർ രക്ഷിക്കട്ടെ. ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് മേയർ കസേര. പക്ഷേ ഇന്ന് 10:30 കഴിഞ്ഞാലും ഞങ്ങൾ ലൈറ്റ് ഇടും. ഞങ്ങൾക്ക് കുറച്ച് പണിയുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യും? ഫ്യൂസ് ഊരും മോളെ. ഇതിനേക്കാൾ എത്രയോ വലിയ ഫ്യൂസ് ഞാൻ ഊരിയിരിക്കുന്നു. നഷ്ടസ്വർഗങ്ങളെ